ഹലോ ഗായ്സ്, വെൽക്കം ടു ജിബിൻ ടോക്സ്. ഗായ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അൻസിബയെ കുറിച്ചാണ്. അൻസിബ സിനിമാ സംഘടനയായ അമ്മയിൽ ഒരു നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്ന ആളാന്ന് നിങ്ങൾക്കറിയാം. ടിനി ടോം നിങ്ങൾക്കറിയാലോ. ആശാൻ ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ മഹാത്ഭുതം എന്ന് പറഞ്ഞ പോലെ തന്നെ അൻസിബ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തൊക്കെ വഷളത്തരങ്ങളാണ്! അതും എന്താണ് നമ്മള് മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മമ്മൂട്ടി, മോഹൻലാൽ, അത് മാത്രമൊന്നുമല്ല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ എത്രയോ വലുതാണ്. അതിന്റെ കോണ്ടന്റും അതിന്റെ ക്രിയേറ്റിവിറ്റിയും എല്ലാം കൊണ്ടും ആ ഒരു വലിയൊരു വ്യവസായത്തെ നാറ്റിക്കുക എന്ന് പറയൂലേ, ഈ പറഞ്ഞ ഊളകളൊക്കെ വന്ന് നാറ്റിച്ച് കളയാന്ന് പറയില്ലേ. ടിനി ടോം ഇടയ്ക്കിടയ്ക്ക് എന്താ പറയാ, ഒരു വർഷം കൂടുമ്പോൾ ആള് ഫീൽഡ് ഔട്ട് ആവും എന്ന് തോന്നിക്കഴിയുമ്പോൾ ആൾ എന്തേലും വന്നിട്ട് എന്താ പറയാ വൃത്തികെട്ട വർത്താനം പറയാ, എന്തേലും കോമഡി, ചളി കോമഡി, എന്തേലും മിമിക്രി ഒക്കെ കാണിച്ചുകൊണ്ട്. മിമിക്രി പുള്ളിയുടെ അറിയാലോ, ഞാൻ നിങ്ങൾ പറയണ്ടല്ലോ, പുള്ളിയുടെ ബെസ്റ്റ് കോമഡി ആണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന പോരെ, അതിന്റെ ഇടയ്ക്ക് കയറി ഇത്രയും തീവ്രമായ കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ടിനി ടോം പറഞ്ഞതിൽ എന്ത് വാസ്തവം ഉള്ളത്? എന്തെങ്കിലും ഒരു എന്താ പറയാ, ആ കൊണ്ടുവന്ന ആളെ കൊണ്ടുവന്ന് മുൻനിർത്തി പറയുകയാണെങ്കിൽ ഓക്കെ, എവിഡൻസ്. ഇത് സിനിമാ സംഘടനയിൽ വരെ ഈ മതത്തിന്റെ കാര്യം പറഞ്ഞ് പ്രശ്നങ്ങളാകാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഈ അമ്മ സംഘടനയില് ഈ അഭിനയിക്കുന്നവർക്ക് പോയി അഭിനയിച്ച് കഴപ്പിച്ചാ പോരെ? രാഷ്ട്രീയമാകാം, പക്ഷെ എന്തിനാണ് അതിന് മതത്തിലേക്കും കൂടെ എടുത്തിടണേ? അതാണ് ഒരു ചോദ്യം. അവിടെ നിങ്ങളുടെ പണി പോയി ചെയ്യേ. നിങ്ങൾ മിമിക്രിയ, നിങ്ങൾ സിനിമ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചെയ്യേ. നിങ്ങൾ അതാ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ രാവിലെ വന്ന് മറ്റേ മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു ഇങ്ങനെ വന്നിട്ട് തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്? ഇത് വേറെ നിങ്ങളെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നാമതേ തീപ്പൊരി വീഴാൻ നിൽക്കുന്ന കൂട്ട് കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ രാഷ്ട്രീയം. അതിന്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് വീണ്ടും ചൊറിഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ആ കോമഡിയൊക്കെ ചെയ്താൽ മതി. ടിനി ടോം, നിങ്ങൾ നല്ല സ്റ്റാറാ. നിങ്ങൾക്ക് ആ മിമിക്രി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിന്നാൽ ശോഭനമായ ഒരു ഭാവിയുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ. ഇതുപോലെയുള്ള നല്ല തീവ്രമായ കണ്ടന്റുകളൊന്നും എടുത്ത് ഇങ്ങനെ വെറുതെ മറ്റേ ഛർദിക്കല്, വായിൽ നിന്ന് വെറുതെ ഛർദിക്കല്. കാരണം പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ടോപ്പിക് ഇന്നത്തെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെറിയ ട്രോളുകളും പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യും. ഇത് ട്രോളുകളല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നിങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ടിനി ടോം അല്ലെങ്കിൽ ഇതിന്റെ മേലെ ഉള്ളവർ നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ വീഡിയോ വലിയ വീഡിയോ ആയി പോകുമെന്ന് എനിക്കറിയത്തില്ല. ഈ സിനിമാ സംഘടനയെ നിയന്ത്രിക്കാൻ സിനിമാക്കാർ തന്നെ വേണമെന്നുണ്ടോ? ഇവർക്ക് പുറത്തൊരു കോൺട്രാക്ടിങ് കമ്പനിക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവിടെ ഒരു ഫിനാൻസ്, നല്ല ചെറുക്കന്മാരുണ്ട്, പഠിച്ച് പാസ്സായ നല്ല കിടില ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്. അവര് മാനേജ് ചെയ്തോളും. പ്രായമായ ആൾക്കാർക്ക് പെൻഷൻ അയച്ചു കൊടുക്കണോ, ഓട്ടോമാറ്റിക്കായിട്ട് പേ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്, അവർ ചെയ്തോളും. എന്തിനാണ് ഈ സിനിമാക്കാർ തന്നെ മറ്റേ ഫിനാൻസ് കൺട്രോൾ ചെയ്താലേ നടക്കുള്ളൂ? വലിയ സംഘടന ഒന്നുമില്ല, എൻ്റെ ഒരു അഡ്വൈസ് പറയുക, ഇതൊക്കെ ചെയ്താൽ പോരെ. ചില ഗോസിപ്പുകളും ചില മസാലകളൊക്കെ ഉണ്ടാകും, പക്ഷെ ഇത് മസാല അല്ല എന്ന് ഓർത്തോണം.